ഒരു കണ്ടന്റ് ആണ്. ആ രീതിയിൽ വരെ പലതും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി 24 hours പോലും ആയിട്ടില്ല, അതിന് മുമ്പ് തന്നെ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കും, അല്ലു അർജുൻ ഇത്ര പെട്ടെന്ന് എത്ര സിമ്പിൾ ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പുറത്തിറങ്ങി അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് പണം ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. അല്ലു അർജുന് ഇന്നലെ തന്നെ ജാമ്യം കിട്ടിയിരുന്നത് കാരണം ഒരു ഹൈക്കോടതിയിൽ ബന്ധപ്പെട്ടിരുന്നു. അവിടുന്ന് ജാമ്യം അനുവദിച്ചിരുന്നു. രാത്രി 11 മണിയോട് കൂടി സംഭവം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അല്ലു അർജുന് രാവിലെ വരെ സെല്ലിൽ കിടക്കേണ്ടി വന്നു. അതാണ് ഇതിന്റെ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ രാവിലെ വരെ അല്ലു അർജുൻ സെല്ലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണോ അല്ലു അർജുന് ജാമ്യം കിട്ടിയത് നമ്മളൊന്ന് ആലോചിച്ച് പോകും. പക്ഷേ എന്താണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി പറയുന്നത് അല്ലു അർജുൻ സൂപ്പർ സ്റ്റാർ ഒക്കെ ആയിരിക്കാം, പക്ഷേ അല്ലു അർജുൻ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു സാധാരണ പൗരനെ പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, വരാനുള്ള അവകാശമുണ്ട് എന്ന നിരീക്ഷണത്തിലാണ് 4 ആഴ്ചത്തേക്ക് എന്തോ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അല്ലു അർജുന് ജാമ്യം കിട്ടി, രാവിലെ പുറത്തിറങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് പല പല ന്യൂസുകൾ വരുന്നുണ്ട്. ഇത് രാഷ്ട്രീയമായ പകപോക്കിലാണ്, കുടുംബ റിലേറ്റഡ് കുറച്ച് രാഷ്ട്രീയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ റിലേറ്റഡ് സംഭവമാണ്, അങ്ങനെയാണ്, ഇതാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയൊരു കണ്ടന്റ് ആണ്. ആ രീതിയിൽ വരെ പലതും പറയുന്നുണ്ട്. എന്താണെങ്കിലും എനിക്കെന്തോ അങ്ങനെയൊന്നും തോന്നിയില്ല. സംഭവം ഈ സ്ത്രീ മരിച്ചത് നമുക്കറിയാമല്ലോ. അപ്പോൾ അവരുടെ ഭർത്താവ് കൊടുത്ത കേസ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ള സംഭവം പോലെയാണ്. പിന്നെ അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ കളികൾ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്താണെങ്കിലും അദ്ദേഹം, അതായത് ആ സ്ത്രീയുടെ ഭർത്താവ് കേസ് കൊടുത്തിരുന്നു. അത് റിലേറ്റഡ് ആണ് സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അല്ലു അർജുന്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ അവര് പണമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 25 lakhs എന്തോ വാഗ്ദാനമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, പണമൊക്കെ വാഗ്ദാനം ചെയ്താലും ഒരിക്കലും അതിന് ആ സ്ത്രീ മരിച്ചതിന് പകരമൊന്നും ആവത്തില്ല അല്ലെ, ഒരിക്കലും അതിന് പകരം ആകില്ല. ഇപ്പൊ ഇന്നിപ്പോ ആ സ്ത്രീയുടെ ഭർത്താവ് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് പിൻവലിക്കാൻ തയ്യാറാണ് എന്നാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്നത് അല്ലു അർജുന് ഇതുമായി ഒരു ബന്ധമില്ല, ആ രീതിയിലേക്കാണ് പറയുന്നത്. പിന്നെ അയാൾ എന്തിന് കേസ് കൊടുത്തു എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. എന്താണെങ്കിലും ഇന്ന് അയാൾ കേസ് പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും അല്ലു അർജുന് ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇതിന്റെ തുടർ കേസുകളൊക്കെ ഇനി നടക്കും. ആ കേസ് അയാൾ പിൻവലിക്കുവോ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണെങ്കിലും അല്ലു അർജുൻ ഫാൻസ് വളരെ ഹാപ്പി ആയിട്ടുണ്ടാകും. അദ്ദേഹം പുറത്തിറങ്ങി 24 hours പുറത്തിറങ്ങി വളരെ ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ പുറത്തിറങ്ങിയ പോലും അദ്ദേഹത്തെ മുമ്പൊഴി ഇറങ്ങാൻ പറ്റില്ല. കാരണം അത്രത്തോളം ആരാധകർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കാണാൻ അത്ര വലിയ ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും പുറവശത്ത് വഴി എന്തോ ആണ് അദ്ദേഹത്തെ കൊണ്ടുപോയതൊക്കെ. എന്താണെങ്കിലും വലിയൊരു സംഭവം തന്നെയായിരുന്നു ഇത്. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും കൂടി ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.